പല ഹെൽത്ത് റിപ്പോർട്ട് പ്രകാരം സിറ്റിംഗ് ഈസ് എ ന്യൂ ടൈപ്പ് ഓഫ് സ്മോക്കിംഗ് എന്നാണ് പല സയൻറ്റിസ്റ്റിലും പറയുന്നത്. പക്ഷേ നമ്മളിപ്പോൾ മോഡേൺ ലൈഫിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം ഇരിക്കാതെ കൊണ്ടുള്ള വർക്ക് ചെയ്യാതെയൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മൾ സ്റ്റഡീസിലേക്കായാലും അതുപോലെ വർക്കിലേക്കായാലും സിസ്റ്റത്തിന് മുന്നിൽ ഇരുന്നുകൊണ്ട് കമ്പ്യൂട്ടർ മുന്നിൽ ഇരുന്നുകൊണ്ടും ഒരുപാട് ടൈപ്പ് ചെയ്ത് വർക്ക് ചെയ്ത് വരുന്ന ആൾക്കാരാണ്. സോ ഇതിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രശ്നം എന്താ വെച്ചാൽ കൂടുതൽ പേർക്കും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരും. കൂടുതൽ പേർ കണ്ടുവരുന്നതാണ് അവർ ബോഡിയിൽ മൂവ്മെൻറ്റ്സ് ഇല്ലാത്ത പക്ഷേ അത് ഹിപ്പിൻ്റെ മൊബിലിറ്റി ആയാലും അത് ആംസ്ട്രിങ്ങിൻ്റെ മൊബിലിറ്റി ആയാലും അതുപോലെ നെക്ക് പെയിൻ, ബാക്ക് പെയിൻ, ഇങ്ങനെ പല ഇഷ്യൂസ് പലർക്കും കണ്ടുവരുന്നുണ്ട്. സോ ഈ പ്രശ്നത്തെ അവോയ്ഡ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ 2 ഓപ്ഷൻ മുന്നിലുണ്ട്. ഒന്ന്, ഓരോ വർക്കിനിടയിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ 5 മിനിറ്റ് ബോഡിക്ക് മൂവ്മെൻറ്റ്സ് ചെയ്യുന്ന ടൈം കണ്ടെത്താൻ ശ്രമിക്കുക എന്നൊക്കെ. അല്ലാത്ത പക്ഷത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി മറ്റു കാര്യമാണ് സ്വന്തം ചെയറിൽ ഇരുന്ന് കൊണ്ട് ചെയറിനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് സ്ട്രെച്ചിങ് വർക്കൗട്ട് ഫോളോ ചെയ്ത് ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ കഴിയും. സോ ലെറ്റ്സ് ഗെറ്റ് ദി വീഡിയോ. ഓക്കെ, ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്ത സ്ട്രെച്ചാണ് നമ്മൾ ഫോർ ആമിനും അതുപോലെ ഫിംഗേഴ്സിനുള്ള സ്ട്രെച്ച് വരുന്നത്. ഒരുപാട് പേര് ടൈപ്പിങ്ങും അതുപോലെ സ്ക്രീനിൻ്റെ മുന്നിൽ കമ്പ്യൂട്ടർ മുന്നിൽ ഇരിക്കുമ്പോൾ നമ്മളെ ഫോർ ആമസിൽ പരമാവധി ടൈറ്റ് ആവും. സോ ഇവിടെ നിങ്ങൾ ഫോർ ആമസിൻ്റെ ഫ്ലക്ചറും അതുപോലെ എക്സ്റ്റൻഷനും ടൈറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ടെന്നീസ് എൽബോ അതുപോലെ തന്നെ ഗോൾഫ് എൽബോ ഇഷ്യൂസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അത് അവോയ്ഡ് ചെയ്യാൻ നിങ്ങൾ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് സ്ട്രെച്ചിങ് ആണ് ഈ വീഡിയോ കാണിക്കുന്നത്. മേക്ക് ഷുർ ഫോളോ ഈച്ച് സ്ട്രെച്ച് പ്രോപ്പർലി. സോ ഓരോ സ്ട്രെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഓരോ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും പരമാവധി 10 to 50 സെക്കൻഡ് ഈവൻ 20 സെക്കൻഡ് ഹോൾഡ് ചെയ്യാൻ ശ്രമിക്കാൻ നോക്കാം. സോ സ്റ്റാറ്റിക് സ്ട്രെച്ച് വരും, അങ്ങനെയാണ് പ്രോപ്പറായി ഫോളോ ചെയ്യുന്നത്. നമ്മൾ ഡൈനാമിക്കിലേക്ക് വരുമ്പോൾ ഒരു മൊമെൻറ്റ് കൊടുത്ത് റിപ്പീറ്റ് ചെയ്യാറാണ്. സ്റ്റാറ്റിക്കിലേക്ക് വരുമ്പോൾ നമ്മൾ 10 മുതൽ 20 സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യാൻ മെയിനായി ഫോളോ ചെയ്യാറ്. സോ 3 സെറ്റിങ്ങും ഇത് ചെയ്യാൻ ശ്രമിക്കാൻ നോക്കാം. നെക്സ്റ്റ് വി ഗോയിങ് ടു ഫോക്കസ് ഓൺ അവർ നെക്ക്. ഒരുപാട് ടൈം ഇരുന്ന് കൊണ്ട് ഒടിഞ്ഞിരിക്കുകയാണല്ലോ. സോ അതിലേക്ക് വരുമ്പോൾ നെക്കിന് ഒരുപാട് സ്ട്രെയിൻ വരാൻ ചാൻസ് ഉണ്ട്, സ്റ്റിക്നെസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതിലേക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് സ്ട്രെച്ചിങ് വർക്കൗട്ടാണ്. ഫോർവേഡ് ബെൻഡിങ് നെക്ക് സ്ട്രെച്ചാണത്. സോ ആദ്യം കുറച്ച് ഡൈനാമിക് ആയിട്ടുള്ള ചെയ്യുക, പിന്നെ സ്റ്റാറ്റിക്കിലേക്ക് പോവുക. കുറച്ചൊരു 10 സെക്കൻഡ് 50 സെക്കൻഡ് ടൈറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ട് ചെയ്യാം. ലെറ്റ്സ് ഗോ. The next one we going to focus on for our chest and biceps and upper back. സോ ഇതുപോലെ കൈ ബാക്കോട്ട് ഹോൾഡ് ചെയ്തുകൊണ്ട് ടൈറ്റ് ചെയ്തുകൊണ്ട് ചെയ്ത് നല്ലൊരു സ്ട്രെച്ച് ചെസ്റ്റിനും അതുപോലെ അപ്പർ ബാക്കിനും കിട്ടുന്നതാണ്. ഇപ്പോൾ നെക്കെല്ലാം സ്റ്റിഫ് എന്തൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ സ്ട്രെച്ചാണിത്. നെക്സ്റ്റ് വൺ വി ഗോയിങ് ഫോർ അവർ അബ്ഡോമിനൽ മസിൽ. ഒരുപാട് നേരം ഇരിക്കുമ്പോൾ നമ്മൾ കോറ് പരമാവധി സ്ട്രങ് ഇരിക്കുമ്പോൾ ഒരുപാട് ടൈറ്റ് ആവും. സോ ഇത് അവോയ്ഡ് ചെയ്യാൻ, ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് സ്ട്രെച്ചാണ് ഇതുപോലെ സൈഡ് സ്ട്രെച്ചും അതുപോലെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന സീറ്റഡ് ബാക്ക് ബാൻഡ്. സോ ഇത് ചെയ്യുമ്പോൾ ഫോർവേഡ് അബ്ഡോമിനൽ ടാർഗറ്റ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. സോ ഓരോ സൈഡിക്കും ഒരു 50 സെക്കൻഡ് കുറഞ്ഞ് ചെയ്യാൻ ശ്രമിക്കുക എന്നൊക്കെ ചെയ്താൽ നിങ്ങൾ ഈ പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ആസ് യു നോ, നമ്മൾ ഒരുപാട് ടൈം ഇരിക്കുമ്പോൾ ഹിപ്പിനും അതുപോലെ തന്നെ ആംസ്ട്രിങ്ങിനും അതുപോലെ നീസിനും നല്ല രീതിക്ക് ബാധിക്കും. സോ അതിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബാധിക്കും ഹിപ്പിൻ്റെ പോസ്റ്റിൽ, ഹിപ്പിനും അതുപോലെ തന്നെ ഗ്ലൂട്സ് മസിൽസിനും അതിൻ്റെ സ്റ്റിഫ്നെസ് കൂടുകയും ചെയ്യും, അതിൻ്റെ മൊബിലിറ്റി കുറയുകയും ചെയ്യും. സോ അത് അവോയ്ഡ് ചെയ്യണമെങ്കിൽ ഇരുന്ന് കൊണ്ട് ചെയ്യാൻ പറ്റൊരു ബെസ്റ്റ് സ്ട്രെച്ചാണ് ഇവിടെ കാണിക്കുന്നത്. സോ ഇതുപോലെ വരുമ്പോൾ നിങ്ങൾ ഓപ്പോസിറ്റ് ലെഗിന് മുകളിൽ ഒരു കാല് എടുത്ത് വെച്ചുകൊണ്ട് ബോഡി മുന്നോട്ട് ബെൻഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബാക്കിന് എസ്പെഷ്യലി പോസ്റ്റിൽ ഹിപ്പിന് അതുപോലെ ഗ്ലൂട്സ് മസിൽസിന് സ്ട്രെങ്തൻ ചെയ്യാൻ ഇത് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. The next we going to focus on our spine, especially our spine and the mid spine. സോ ഈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ പരമാവധി ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇപ്പോൾ അഗ്രസീവായി ട്രൈ ചെയ്യാതെ ഇതുപോലെ സിമ്പിളായിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ ശ്രമിക്കാൻ നോക്കാം. സോ വീഡിയോ കാണുന്ന പോലെ കറക്റ്റ് കൈയെല്ലാം കറക്റ്റ് വെച്ചുകൊണ്ട് ഓപ്പോസിറ്റ് ലെഗിലേക്ക് കൈ വെച്ചുകൊണ്ടും ആ ചെയറിന് സപ്പോർട്ടോടെ പ്രോപ്പറായിട്ട് ഓരോ സ്ട്രെച്ചും ചെയ്യാൻ ശ്രമിക്കാൻ നോക്കാം. മേക്ക് ഷുർ യു ഡോണ്ട് കോസ് എനി ഇഞ്ചറീസ് ബൈ ഡൂയിങ് ദി സ്ട്രെച്ചസ് ഫോർ യുവർ ഹെൽത്ത്. ഒരുപാട് ടൈം ഇരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഓവർ ഹെഡ് മൂവ്മെൻറ്റ്സ് പരമാവധി കുറയും. ആ കാരണം കൊണ്ട് നമ്മൾ ഷോൾഡർ മൊബിലിറ്റി വീക്കാൻ വളരെ ചാൻസ് ആണ്. സോ ആ പ്രശ്നം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് സ്ട്രെച്ചിങ്ങാണ് ഞാൻ കാണിച്ചത്. സോ ഇതുപോലെ ചെയറിൻ്റെ സഹായത്തോടെ അതിലേക്ക് ബെഞ്ചിൻ്റെ സഹായത്തോടെ ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് മെത്തേഡാണ്. ഇതിന് ഇൻറ്റൻസിറ്റി കൂട്ടണം എന്നതിന് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് മെത്തേഡാണ് ഇരുന്നു കൊണ്ടും അത് നീസ് ഇരുന്നു കൊണ്ടും സിംഗിൾ ആർം കൊണ്ട് ചെയ്യാൻ പറഞ്ഞത്. ദ ലാസ്റ്റിന് ഫൈനൽ സ്ട്രെച്ച് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ഹാംസ്ട്രിങ്ങിനും അതുപോലെ തന്നെ ഫ്രണ്ട് ഹിപ്പിനും ആൾസോ ടൈസിന് ഫോക്കസ് ചെയ്യുന്ന സ്ട്രെച്ചാണ് കാണിക്കുന്നത്. ഒരുപാട് ടൈം ഇരിക്കുന്നത് കൊണ്ട് നമ്മളെ ഹാംസ്ട്രിങ് മസിൽ ടൈറ്റ് ആവും. ആ നേരത്തെ കൂടുതൽ പേരും ചെയ്യാറ് ഹാംസ്ട്രിങ് സ്ട്രെച്ച് മാത്രമേ ചെയ്യാറുള്ളൂ. പക്ഷേ ആ നേരത്തെ പലരും അവോയ്ഡ് ചെയ്യുന്നതാണ് ടൈസ് മസിൽ ടാർഗറ്റ് ചെയ്യാൻ പറഞ്ഞത്. കാരണം ഇവിടെ ഹാംസ്ട്രിങ് മസിൽ മാത്രം ടാർഗറ്റ് ചെയ്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ടൈസ് മസിൽ വീക്കാവും, അവിടുത്തെ ബാലൻസും വീക്കാവും. ഇത് ടൈസിന് സ്ട്രെങ്തൻ കുറക്കാനും അതുപോലെ തന്നെ അതിൻ്റെ മൊബിലിറ്റി കുറക്കാൻ കാരണക്കാനും ഇത് കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്, എസ്പെഷ്യലി നീ പെയിൻ കൂടാൻ ചാൻസ് ഉണ്ട്. സോ when you do hamstring stretch, also focus on the thigh muscles. Alright, that's for today, and make sure you subscribe to the channel and see you next time.